ഹായ് ഹലോ. അപ്പോൾ ദാ രാവിലെ തന്നെ ഇന്ന് നല്ല ചാറ്റൽ മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്ന് തോർന്ന് നിൽക്കുകയാണ്. അതിനിടയിലേക്ക് നമ്മുടെ മാമായാണെങ്കിൽ മീനുമായിട്ട് എത്തിയിട്ടുണ്ട്. മാമായെ കണ്ടത് ഗേറ്റ് തുറന്ന് ഞാനും എൻ്റെ അമ്മനും മോനും കൂടെ ഓടിച്ചെന്ന് കേട്ടോ. ഓടിച്ചെന്നപ്പോഴത്തേക്കും കുഞ്ഞു കൊഴിയാളെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലുത് വല്ലതും കൂടെ കൊണ്ടുവന്നൂടെ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം 50 രൂപയുടെ കൊഴിയാളെയും വാങ്ങി ഞാനും മോനും കൂടെ വീട്ടിലോട്ട് കയറാൻ സമയം ഈ കൊച്ചു ചെറുക്കനാണെങ്കിൽ ഇന്ന് മീൻ കച്ചവടത്തിന് പോയിട്ടേ വരുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരേ ബഹളം. പിന്നെ മാമ ഓരോ നുണയൊക്കെ പറഞ്ഞാണ് ഇറക്കി വിട്ടത് കേട്ടോ വണ്ടിയിൽ നിന്ന്. ആവനാഴിയിലെ അവസാനത്തെ അമ്പെന്ന് പറയുന്നത് പോലെ എൻ്റെ ഫ്രിഡ്ജിൻ്റെ പച്ചക്കറി ബോക്സിലെ അവസാനത്തെ പച്ചക്കറിയായിരുന്നു ആ കണ്ടത് കേട്ടോ. പിന്നെ ഈ മുത്തുമണിക്കാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര അഹങ്കാരമാണ്. മീൻ എടുത്തുകൊണ്ട് വെച്ചാൽ ഉടനെ തുടങ്ങും കീറ്റല് ഭയങ്കരമായ കീറല്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനാണെങ്കിൽ നമ്മുടെ അവരപ്പേരൊക്കെ നല്ലതുമൊക്കെ അരിഞ്ഞെടുത്തു. മീനെല്ലാം കട്ട് ചെയ്ത് കറിക്കും വറുക്കാനും ഒക്കെ എടുത്തേട്ടാ. പിന്നെ ഈ വെളിച്ചെണ്ണയുടെ അവസ്ഥ കാണുമ്പോഴാണ് ആകെ സഹിക്കാൻ വയ്യാത്തത്. വെളിച്ചെണ്ണയ്ക്കൊക്കെ തീ പിടിച്ച വിലയാണ് കേട്ടോ. 200 രൂപയുടെ വെളിച്ചെണ്ണ തീർപ്പ് ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഇവനാണെങ്കിൽ ശീതസമരം കാരണം എന്നെ ഒരു ബക്കറ്റിൻ്റെ അടപ്പമായിട്ട് എറിയാൻ വന്നത് കേട്ടാ. പിന്നെ അവൻ്റെ കൊലാവാസന കൂടുതലായതുകൊണ്ട് തന്നെ ഞാനൊരു കഷ്ണം പേപ്പർ കൊടുത്തൊരു പേനയും കൊടുത്തിട്ട് പറഞ്ഞു, നീ തറയിലിരുന്ന് എന്തെങ്കിലുമൊക്കെ വരച്ച് കുത്തി കലച്ചോണ്ടിരിക്കടാന്ന്. അങ്ങനെ അവൻ ആ പരിപാടി നടന്നുകൊണ്ടിരുന്നു. ഞാനാണെങ്കിൽ മീൻകറിയൊക്കെ അടുപ്പത്തോട്ടാക്കി ഇത്തിരി പാത്രം ഉണ്ടായിരുന്നതിനെ കഴുകിയെടുത്ത് ചോറും വടിച്ചിട്ട് മീനും വറുത്തെടുത്തിട്ടാ. അപ്പോഴത്തേക്കും ഉമ്മാക്ക് ചോറ് കൊടുക്കാൻ സമയമായി. അങ്ങനെ ഉമ്മാക്ക് ചോറ് എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് അവൻ കറിയൊക്കെ ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് അമരപ്പേർ തോരനെടുത്ത് വെച്ച് കൊടുത്തത് അവൻ്റെ മുഖത്ത് വിരിയുന്ന ആ ഭാവങ്ങൾ കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.